ഇപ്രാവശ്യം സാധാരണ കയറ്റാറുള്ള ലോഡല്ല കയറ്റിയാണ്. ഇന്ന് ഞാൻ സാധാരണ ലോഡ് കയറണത് ടാറ്റേന്നാണ്. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ആയിട്ടില്ല, ഒരു വണ്ടിക്കുള്ള ലോഡേ പ്രൊഡക്ഷൻ ആയിട്ടില്ല. അത് ഓൾറെഡി വേറൊരു വണ്ടിക്ക് അത് ബുക്കായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വെറുതെ കിടക്കുന്നതിന് പകരം കമ്പനി വേറൊരു ഓർഡർ പിടിച്ചു തന്നു. അപ്പോൾ അതുകൊണ്ടുള്ള പോക്കാണ്. ഇതിപ്പോൾ കാറിൻ്റെ എൻജിനോ ട്രാൻസ്മിഷനോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ കള്ളന്മാർക്ക് അടിച്ചുകൊണ്ട് പോകാൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനമാണ്. സാധാരണ കയറ്റാറുള്ള ലോഡ് എന്ന് പറയുമ്പോൾ അതങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റൂല. ഇത് രണ്ടാളുണ്ടെങ്കിൽ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാനേജറോട് ഒരു പാർക്കിംഗ് ഇട്ട് തരാൻ പറഞ്ഞു. അവർ പറയുന്ന പാർക്കിങ്ങിൽ നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. നമ്മളായിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ, അതായത് മര്യാദയ്ക്കുള്ള പാർക്കിങ്ങിലല്ലാണ്ട് റോഡ് സൈഡിൽ അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ട് അവിടെ നിർത്തി എന്നുള്ള ചോദ്യമൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മാനേജറോട് ഒരു പാർക്കിംഗ് ഇട്ട് തരാൻ പറയാം. അപ്പം അങ്ങനെ മാനേജർ ഇട്ട് തന്നിട്ടുള്ള പാർക്കിങ്ങിലേക്കുള്ള പോക്കാണ്. ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിയണം പാർക്കിങ്ങുള്ള റോഡിലേക്ക്. പിന്നെ ഒരു കാര്യത്തിൽ സമാധാനം ഉണ്ട്, ലോഡിന് വെയിറ്റ് കുറവാണ്. സാധാരണ കയറ്റാറുള്ളത് 40 ടണ്ണ് തികച്ചുകൊണ്ടാവാറുണ്ട്. ഈ വണ്ടി വെയിറ്റും ലോഡിൻ്റെ വെയിറ്റും എല്ലാം കൂടെ 40 ടണ്ണാണ് ഇതിൻ്റെ പെർമിറ്റ് പറയണത്. അപ്പോൾ അത് തികച്ചുകൊണ്ടാവാറുണ്ട് സാധാരണ ഉള്ള ലോഡിന്. ഇതിപ്പോൾ അത്ര ഇല്ല. അതുകൊണ്ട് ഈ കയറ്റമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് കയറിപ്പോണ്ട്. സാധാരണ ഇവിടെയൊക്കെ നിരങ്ങി കയറാറ്. ഒന്നാമത് ആ താഴെ അവിടെ ഒരു 50-ൻ്റെ പൊടി, ഈ വലത്തെ സൈഡിലൊരു ബോർഡിങ്ങുണ്ട്. ഇവിടെ മുതൽ 50-ൻ്റെ ഇത് കഴിഞ്ഞു. അവിടെ വരെ കറക്റ്റ് ഈ കയറ്റത്ത് 50ആണ്. അപ്പോൾ 50-ന് വേണ്ടി അവിടെ ചവിട്ടി സ്ലോ ആയി കഴിയുമ്പോൾ പിന്നെ ഈ കയറ്റം കയറാനായിട്ട് ആൾ നിന്ന് നിരങ്ങും. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആകാശമൊക്കെ കാണാൻ നല്ല വ്യൂ. ഇപ്പോൾ ദൂരം കാണാൻ പറ്റും എനിക്കറിയില്ല. ഞാനെന്തായി പറയുന്നുണ്ട്. മുമ്പൊരു പ്രാവശ്യം ഇതുപോലെ മാനേജർ പാർക്കിങ്ങിൻ്റെ ലൊക്കേഷൻ ഇട്ട് തന്നായിരുന്നു. ഇത് അവിടേക്കാണോ പോണേന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ അവിടേക്കാവും. ഈ 200 മീറ്ററിൽ കാണുന്ന പാർക്കിംഗ്, ഇത് പാർക്കിങ്ങിൻ്റെ ബോർഡാണ്. പക്ഷെ അവിടേക്കല്ല. ഇവിടെ നിന്ന് തന്നെ ഒരു 8.5 കിലോമീറ്റർ ദൂരത്താണ് പാർക്കിംഗ് കാണുന്നത്. പാർക്കിങ്ങിൻ്റെ ലൊക്കേഷൻ GPS-ൽ കാണിക്കുന്നത് 8 കിലോമീറ്റർ ദൂരത്തിലാണ്. അതുകൊണ്ട് ഈ പാർക്കിംഗ് ആവില്ല. ഗ്ലാസ്സമ്മ ആണെങ്കിൽ ഈ പ്രാണികൾ വന്നടിച്ചിട്ട് ആകെ ദുരന്തമായിട്ടിരിക്കുക. ഇതിപ്പോ വൈപ്പർ ഇട്ടാലും പോകൂല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാണിച്ചേരാട്ടാ. സോപ്പ് വാട്ടർ ഇട്ട് ഇത് വിൻഷീൽഡ് ക്ലീൻ ചെയ്താലും ഒരു രക്ഷയില്ല. ഇപ്പോൾ അതുമല്ല മറ്റേ പാത്രം കഴുകണ മറ്റേ തുണിയുടെ സ്ക്രബ് ഉണ്ട്, അത് തുറച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം പറഞ്ഞു. വൈപ്പറിന്റെ ബ്ലേഡ് ചിലപ്പോൾ നമ്മൾ കൊണ്ടിട്ട് പോകുന്നുള്ളതല്ലാണ്ട് ഗ്ലാസ് നേരെ ആവുമെന്ന് തോന്നല്ലേ. ഈ പോണ പാർക്കിങ് ശരിക്കും ഒരു കമ്പനിയുടെ പാർക്കിംഗ് ആണ്. അവിടെ പുറം വണ്ടികൾ കൊണ്ട് നിർത്തുന്നത് മാത്രം. നമുക്കെന്തായാലും സേഫായിട്ട് കിടക്കാനായിട്ടൊരു സ്ഥലം കിട്ടിയാണ്. ഫ്രാൻസ് ആയ കാരണം റോഡ് സൈഡിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ലോഡ് കൊണ്ടൊക്കെ റോഡ് സൈഡിൽ പോയി കിടന്നാൽ ചിലപ്പോൾ കാലത്ത് നോക്കുമ്പോൾ കാണില്ല, ലോഡ് കാണില്ല. ഇപ്പോൾ കള്ളന്മാരെടുത്തോണ്ട് പോകണം നമ്മൾ കണ്ടാലും ഒന്നും ചെയ്യേണ്ടതാണ് കമ്പനിയും ഉള്ള ഇത്. അവർ വല്ല തോക്കും സാധനങ്ങളൊക്കെ എന്തൊക്കെയാ സാധനങ്ങൾ ഉണ്ടാവാന്നൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലേ ഉള്ളൂ. വരുന്നവര് ഒരു ടീമായിട്ടൊരു വാനിലൊക്കെ ആവും വരിക. വെറുതെ എന്തിനാ ലോഡിന് ഇൻഷുറൻസ് കിട്ടും. നമ്മൾ വെറുതെ നമ്മുടെ ജീവൻ കളഞ്ഞിട്ട് കാര്യമില്ല. അത് കമ്പനിയിൽ നിന്ന് നമുക്ക് ക്ലാസ് ഉള്ള സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, കള്ളന്മാരൊന്ന് മോഷണ ശ്രമം നടത്തിയാൽ ഒന്നും ചെയ്യണ്ട, അവർ കൊണ്ടുപോയിക്കോട്ടെ, നമുക്കത് കഴിയുമ്പോൾ ലോഡ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം എന്നാണ് കമ്പനിയുടെ ഉത്തരവ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയ പാർക്കിങ്ങിലേക്ക് തന്നെയാണ്. ഒരു കുറേ വീടുകളുടെ ഇടയിൽ കൂടെയൊക്കെ പോകേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഗോപ്രോയിൽ വീട് എടുത്തിട്ട് അതുകൊണ്ട് ഈ മാവില്ല, ഈ ഞാൻ കാണുന്ന പോലെ അതിനകത്ത് കാണാനില്ല. അത് ഞാൻ വെക്കണതിൻ്റെ വ്യത്യാസവും. എല്ലാവരും കുറേ ആൾക്കാർ മറ്റേ ഗോപ്രോ അങ്ങനെ POV ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ക്യാമറ സെറ്റ്
ചെയ്താല പ്രശ്നമായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തിലെ പോയി ആ പാർക്കിംഗ് എത്തുന്നതിന് തൊട്ട് മുമ്പ് കമ്പനി മാപ്പ് വഴി കാണിച്ചിരുന്ന ഒരു റെയിൽവേ ഗേറ്റ് കടന്ന വഴിക്ക് പിന്നെ റോഡ് കാണാനില്ല, ഒരു കാട് മാത്രം. എന്നിട്ട് പിന്നെ ഇറങ്ങി നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടി പോകാനുള്ള വഴിയില്ല. പണ്ട് അതിലൊരു വഴി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ മുമ്പ് വണ്ടികൾ പോയതിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പാടും പരിപാടികളൊക്കെ കാണുന്നുണ്ട്, മാപ്പിൽ വഴിയും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടാറിങ് കഴിഞ്ഞ് ഈ ഫുള്ളോടും വെച്ച് മണ്ണിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കോമഡി ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ക്യാമറ ഉണ്ട്, ആ വെള്ള കളറായിട്ട് കണ്ടത്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കാൻ നിന്നില്ല, പിന്നെ അവിടെ നിന്ന് റിവേഴ്സ് എടുത്തു. പ്രശ്നം എന്താ വെച്ചാൽ റെയിൽവേ ഗേറ്റ് കടന്നപ്പോഴാണ് റോഡ് ഇല്ല എന്നുള്ളത് മനസ്സിലാവണത്. രാത്രിയാണ്, ടാറിങ് തീർന്നു. പിന്നെ റെയിൽവേ ഗേറ്റിൻ്റെ അത് റിവേഴ്സ് എടുത്ത് ഒരു 300 മീറ്ററിൻ്റെ മുകളിലുണ്ടാവും. റിവേഴ്സ് വന്ന് മെയിൻ റോഡിലേക്കും റിവേഴ്സ് കയറി, രണ്ട് സൈഡിൽ നിന്ന് വണ്ടികളും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കി അതിൻ്റെ ബാക്ക് കയറി. പിന്നെ ഇപ്പുറത്തെ ഞാനൊരു ടാബ് കൊണ്ടുവന്നുണ്ട് നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ട്രക്കിൻ്റെ മാപ്പ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് വേറൊരു വഴി കാണിച്ചു. അപ്പോൾ ആ മാപ്പ് നോക്കി പിന്നെ കറങ്ങി തിരിഞ്ഞ് കറക്റ്റായിട്ട് ആ പാർക്കിങ്ങിൽ കൊണ്ട് നിർത്തി. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ 2 മാപ്പ് വെച്ചാണ് എൻ്റെ കഥ. കമ്പനി മാപ്പ് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ഗൂഗിളും വെച്ച് പണി പറ്റിക്കണ പോലെ അവളോടൊക്കെ കൊണ്ടുപോകും. കമ്പനി മാപ്പ് ഇത് എന്താ പറയുക, നമ്മുടെ കമ്പനി തന്നെ ഇടുന്ന വഴിയാണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണ പോലെ പറഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റിൽ വരുന്ന വഴിയല്ല. ഇതിനെന്തോ ഡിസ്പാച്ചർ വെർഷനോ അങ്ങനെ എന്തോ പറയൂ ഇതിന്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞല്ല, നമ്മുടെ ആൾക്കാർ കമ്പനിയിൽ ഇതിന് വേണ്ടിയുള്ള ഇരിക്കുന്ന ആൾക്കാർ അവർ തന്നെ വരച്ചിടുന്ന വഴിയാണ് ഇന്ന വഴി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ട്രക്കിന് നോവേണ്ടുള്ള വഴി കൂടെ ഒക്കെ ആണ് ഇവർ വഴി വരച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നോക്കി കണ്ട് കടത്തിക്കൊണ്ട് പോകണം. ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ വന്ന വഴി അങ്ങനത്തെയൊക്കെ ആയിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും ഉള്ളൊരു ഇതുണ്ടായില്ല. ഈ ഡാഷ് ക്യാമിൽ കിട്ടിയിട്ടുണ്ടാവും, പറ്റുകയാണെങ്കിൽ അത് ആഡ് ചെയ്യണ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ആദ്യം ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആ ഡാഷ് ക്യാമിൽ ഒരു 19 മണിക്കൂറൊക്കെ റെക്കോർഡിങ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഡിലേറ്റ് ആയിട്ട് ആദ്യം റെക്കോർഡായ വീഡിയോ ഡിലേറ്റ് ആയിട്ട് പുതിയത് റെക്കോർഡായിക്കൊണ്ടിരിക്കും. ഇനി ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ആകാശം എന്തോരം വ്യക്തമായിട്ട് കാണുന്നതല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ക്യാമറയിൽ എങ്ങനെ കിട്ടണമെന്ന് ഒരു പിടുത്തില്ല. ഇതിപ്പോൾ നാളെ കാലത്ത് 8 മണിക്ക് ഫിക്സഡ് ടൈമിൽ ലോഡ് ഇറക്കും വേണം. ഇവിടെ നിന്ന് ഇനി 101 കിലോമീറ്റർ ഇപ്പം നിലവിലുണ്ട്. ഇനി പാർക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് കുറയും, 4 കിലോമീറ്റർ കുറയും. തന്നെ ഞാൻ ഓടിയെത്തില്ല എന്നാണ് പ്രതീക്ഷിച്ചത്. എന്താ വെച്ചാൽ 2 സ്ഥലത്തു നിന്ന് ലോഡ് കയറ്റാനുണ്ടായിരുന്നു. 2ാമത്തെ സ്ഥലത്തു നിന്ന് ലോഡ് കയറ്റേണ്ട സമയത്ത് അതും കഴിഞ്ഞിട്ടാണ് ഞാൻ 1ാമത്തെ സ്ഥലത്തുനിന്ന് പുറപ്പെടുന്നത്. 11 മണിക്ക് 2ാമത്തെ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു ടാസ്കിൽ കിടക്കണ്ടായിരുന്നു. ഞാൻ 1ാമത്തെ ലോഡ് കയറ്റിയ സ്ഥലത്തുനിന്ന് പോന്നപ്പോൾ തന്നെ 11:45. അവിടെ റാമ്പിൽ കൊണ്ട് നിർത്തി. പക്ഷേ റാമ്പിൽ നിന്ന് ലോഡ് അവർ കയറ്റി തുടങ്ങാനായിട്ട് ഒരുപാട് നേരം വൈകി. കറക്റ്റ് സമയത്ത് കമ്പനിയിലെത്തി. കാലത്ത് 9 മണിക്ക് കമ്പനിയിൽ എത്താനായിരുന്നു പറഞ്ഞാൽ 9 മണിക്ക് കമ്പനിയിലെത്തി. അത് കഴിഞ്ഞ് അപ്പം തന്നെ അവർ ഡോക്ക് തന്നു, 3-ാം നമ്പർ ഡോക്ക്. ആ ഡോക്കിൽ കൊണ്ട് ബാക്കിട്ട് അവിടെ നിർത്തി. പിന്നെ ലോഡ് കയറ്റി തുടങ്ങിയപ്പോൾ 11 മണി എങ്ങാണ്ടായി. 11 മണി അവിടെ 10:50 അങ്ങനെ എന്തായപ്പോൾ ലോഡ് കയറ്റി തുടങ്ങി. പിന്നെ ലോഡ് കയറ്റി കഴിഞ്ഞാൽ ഇത് ബെൽറ്റ് അടിക്കണമായിരുന്നു. അപ്പോൾ 2 സൈഡും തുറന്ന് ബെൽറ്റ് അടിച്ച് അതിൻ്റെ ഫോട്ടോ മാനേജർക്ക് ഇട്ട് കൊടുത്ത് കർട്ടൻ അടച്ച് ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ബില്ലും മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 11:45. 11 മണിക്ക് 2ാമത്തെ ലോഡ് കയറുന്ന സ്ഥലത്ത് എത്താൻ പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ
ആയപ്പോൾ ഞാൻ ഓടിയെത്തില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഹൈവേ കൂടെ നല്ല റോഡ് കിടക്കുന്നുണ്ടാവും, പക്ഷേ ഇത് റോഡ് ഉപയോഗിക്കണ അനുസരിച്ച് ആ ടാക്സൊന്നും അങ്ങനെ എന്തോ ഒരു കഥ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ കമ്പനി പരമാവധി ഉള്ളു റോഡുകളിലേക്ക് ഇറക്കി വിടും. അപ്പോൾ നമ്മൾ ഈ കിലോമീറ്റർ വെച്ച് കണക്കൂട്ട സാധാരണ നമ്മളെങ്ങനെ കണക്കൂട്ടാന്ന് വെച്ചാൽ ഇപ്പോഴും മാപ്പ് ആ പഴയ റോഡ് തന്നെ പറഞ്ഞത് ഇല്ലാത്ത വഴി ഞാൻ പറഞ്ഞിരുന്നത് റോഡ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിൽ 70 കിലോമീറ്റർ ഓടും എന്നുള്ള കണക്കിലാണ് സാധാരണ കണക്ക് കൂട്ടുക. അത് നമ്മൾ ഈ ഹൈവേന്ന് ഇറങ്ങി ഡി റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ 50, 60, 50, 60 പിന്നെ റൗണ്ട് അബൌട്ട് സിഗ്നൽ ഈ വക അങ്ങോട്ടേക്ക് ആയിരിക്കും. അപ്പോൾ ഈ 70 കിലോമീറ്റർ കണക്ക് വെച്ച് കൂട്ടൽ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ കണക്ക് പറ്റും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വണ്ടി ഓടിയത്തില്ല. പിന്നെ ഞാൻ ബെൽജിയത്തിന്റെ ഏതൊക്കെയോ സൈഡിൽ കൂടെയൊക്കെ കറങ്ങി വന്നത്. സാധാരണ പറഞ്ഞ വഴിക്കൊന്നുമില്ല. അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പകുതി ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ടാറ്റ സ്റ്റീലിൽ നിന്ന് കയറ്റി റെനോൾട്ടിലേക്ക് പോകണം ആ വഴി കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം വണ്ടി വഴി തിരിച്ചോട്ട്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു റെയിൽവേ ഗേറ്റ് വന്നോളൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ ഈ ടാറിങ് കാണുന്നത് ഒരു ഇച്ചിരി ദൂരമുള്ളൂ കഴിഞ്ഞു. ഇപ്പോഴാണ് മാപ്പിന് ബോധ്യം വന്നത്. ഇപ്പോഴും കമ്പനി മാപ്പ് അവിടുന്ന് ലെഫ്റ്റ് പോകാൻ കാണിച്ചു. ഞാൻ വെച്ചേക്കണ മാപ്പ് നേരെ പോകാൻ തന്നെ കാണിച്ചോണ്ടിരിക്കണേ. അന്ന് മര്യാദയ്ക്ക് നോക്കിയായിരുന്നെങ്കിൽ അവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു. മണിക്കൂറും 6 മിനിറ്റും കൂടെ എനിക്കൊന്ന് ഓടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ 9 മണിക്കൂർ എന്തായാലും ഇവിടുന്ന് ഇനിയിപ്പോൾ ഓടിച്ചെങ്ങടേലും പോയി എന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും 1 മണിക്കൂറിൽ പാരീസ് പാസ്സാവാൻ പറ്റില്ല. 1 മണിക്കൂർ ആ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ വേണം മിനിമം. പാരീസ് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ. ആ പാരീസ് ടൗണിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട് ഓർമ്മ വരും. നമ്മുടെ നാട്ടിലത്തെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു രീതിക്ക് ആൾക്കാരുടെ നമ്മൾ ഏതെങ്കിലും ഒരു ട്രാക്കിലേക്ക് മാറാൻ ഉദ്ദേശിച്ചിരിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ സൈഡിൽ കൂടെ വെറുതെ പോകുന്ന ആൾക്കാർ അപ്പോൾ കയറ്റി പിടിക്കും. അതുവരെ അവർക്കൊരു ധൃതി ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്ഥലമായ കാരണം വലിയ കപ്പലൊന്നുമില്ല. ഒരു പ്രാവശ്യം ഇതിൽ പോയ കാരണം ഇപ്പോൾ വഴി വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകും. ഈ റെയിൽവേ ഗേറ്റിന്റെ ബാരിക്കേഡല്ല മറ്റേ ഗേറ്റ് കണ്ട ഈ റെയിൽവേ പാളാണ് അങ്ങോട്ട് പോണേ. പക്ഷെ ഇവിടെ ഗേറ്റ് ഉണ്ട്, അവിടെ ഗേറ്റ് ഇല്ല. നോക്കി കണ്ടും കിടക്കണം. ഇതാണ് ഈ ട്രെയിൻ പോണ ഗേറ്റ് പാള. മിക്കവാറും ഇവിടുത്തെ റെയിൽവേ പാളങ്ങൾ ഉപയോഗിക്കാണ്ട് കിടക്കണതും കമ്പനികളിലേക്കൊക്കെ ഉള്ള ആവശ്യത്തിനൊക്കെ വേണ്ടി കിടക്കണതാണ് മിക്കവാറും. പക്ഷെ ഇത് വർക്കില്ല. ഞാൻ തിരിയില്ല. ഇതിപ്പോഴും കമ്പനി മാപ്പ് അന്നും ഇതുപോലെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാൻ പറഞ്ഞു. അവിടുന്ന് ലെഫ്റ്റ് തിരിയായിട്ട് എങ്ങോട്ട് പോകാൻ? മറ്റേ മാപ്പ് ഇതേപോലെ തന്നെ ഇപ്പോഴും അത് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാനാണ് കാണിക്കുന്നത്. ഒരു ചേട്ടൻ ചോദിച്ചായിരുന്നു ഇത് എന്തിനാ ഈ 2 മാപ്പ് ഒരേ മാപ്പ് തന്നെ 2 വെച്ചാണ്. ഇതാണ് അതിൻ്റെ കഥ. രണ്ടും സിജിക്കിന്റെ മാപ്പ് തന്നെ ആണെങ്കിലും സിജിക്കോ സൈജിക്കോ അങ്ങനെ എന്തോ ആണ് ഇതിന് ശരിക്കും എന്താ പറഞ്ഞത് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ സിജിക്കെന്നാ പറയണം. അപ്പോൾ ഇത് ഒരെണ്ണം ഡിസ്പാച്ചർ വെർഷനും ഒരെണ്ണം നോർമൽ വെർഷനും ആണ്. രണ്ടും മാപ്പ് ഒരേ കമ്പനിയുടെ ഒരേ മാപ്പാണെങ്കിലും അതിൻ്റെ സെറ്റപ്പിൽ വ്യത്യാസമുണ്ട്. Turn left, then at the roundabout, take the 4th exit. നമുക്കാണ് പ്രയോജനം. അതാണ് പുള്ളിക്കാരൻ അവിടെ നിർത്തിയത്. മരത്തിന്റെ ചില്ലൊന്നും ട്രെയിലറൊന്നും ഇരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം
പാർക്കിംഗ് ആണോ ഒരു ഡൗട്ട് ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഷവറിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാൽ പിന്നിൽ വല്ല വണ്ടിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ രണ്ടാവട്ടോ. ഒരു ട്രാക്ടർ വേണ്ട വലത്തെ സൈഡിൽ പാലുള്ള കിട്ടുന്ന നിർത്തിയാണ്. നമ്മുടെ അവിടെ ക്രിസ്മസിന് മരത്തുമൊക്കെ മാല ഉൾപ്പെടുന്ന പോലെ അതുകൊണ്ട് നേരെ കാണുന്ന പാർക്കിങ്ങിലേക്കാണ് നമ്മൾ പോണേ. സ്ഥലം ഉണ്ടാവുമായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇതിലും രാത്രി വന്നിട്ടും turn left, then immediately turn left. സ്ഥലം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അവിടെ ഈ സൈഡിലൊക്കെ കൊണ്ടുവന്നിടാം. ഇവിടെ ഈ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നിടത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. Turn left, then immediately turn left. You have reached your destination. അങ്ങനെ സ്ഥലം എത്തി. കുറേ ഗ്യാപ്പുള്ള, അതായത് ഒരു കറക്റ്റ് ഒരു സ്ലോട്ട് അല്ലാണ്ട് 2-3 ട്രാക്കുള്ളിടത്താണെങ്കിൽ ഇടാനൊക്കെ എളുപ്പമുണ്ട്. ഇവിടെ നിർത്തുന്നതായിരിക്കും ബുദ്ധി. ഇവിടെ കുറേ ട്രാക്ക് ഉണ്ട്. ഇവിടെ ഉണ്ട്. പുള്ളിക്കാരൻ നൈസായിട്ടൊരു ബിയറൊക്കെ അടിച്ചിട്ട് നിൽക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിവാവണതാണ് നല്ലത്. വേറെ നല്ല വള്ളി പിടിക്കാൻ വയ്യ. ചിലർ നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും നിൽക്കുക, പക്ഷെ ചിലർ ഈ പറഞ്ഞ പോലെ തോട്ടി മൈൻഡ് ഉണ്ടാവും. പുറത്തുനിന്ന് വന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ചിലർക്ക്, വളരെ ചുരുക്കം ചിലർക്ക് ഒരു പിന്തിരിപ്പൻ മനോഭാവം ഉണ്ട് ചിലർക്കൊക്കെ. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇതിലേക്ക് ഇടാമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. ഒറ്റ ട്രാക്കല്ലാണ്ട് 2 ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കുത്തിക്കയറ്റാൻ നിൽക്കണ്ട. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മൾ ഡ്രൈവിങ്ങിൽ വലിയ സംഭവമൊന്നും കാണിക്കാനായിട്ട് കറക്റ്റ് അതിനുള്ളിൽ കൊണ്ട് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. റിസ്ക് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ സാഹചര്യം ഉണ്ട് അതൊക്കെ നോക്കും. അതാണ് എൻ്റെ ഒരു തിയറി. എല്ലാവരും അതുപോലെ ചിന്തിക്കണമെന്നില്ല. പരമാവധി റിസ്ക് കുറയ്ക്കാന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് ഫ്രണ്ട് പോയിട്ട് ഒന്നുകൂടെ ഒന്ന് നേരെ ഒന്ന് ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ സുഖമായിട്ടിടാം. എന്തിനാ പറഞ്ഞത് നമ്മൾ കറക്റ്റ് കുത്തിക്കാരാ നിങ്ങളെ. ഒന്ന് ഫ്രണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സംഭവമൊക്കെ സെറ്റായി. പുറത്താ വര കണ്ടു, നേരെ കെട്ടി ബാക്കെടുത്താൽ ശുഭം. ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നോക്കിയില്ലായിരുന്നു.